ശ്രുതമെന്ന വാക്കിൻ്റെ അർത്ഥം അറിവെന്നാണ്. ശരിയായ അറിവ്, ഉന്നതമായ അറിവ്, അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലൂടെ സഹായിക്കുന്ന വിധത്തിലുള്ള അറിവ് ശ്രുതം. ശ്രുതം ചൈവയത് കണ്ഠകാകീർണ മാർഗം എന്നാണ് പ്രാർത്ഥനയിൽ ദിവസേന സ്വയംസേവർ പറയാറുള്ളത്. ഈ പ്രവർത്തനത്തിൻ്റെ പന്ഥാവ്, ജീവിതത്തിൻ്റെ ഈ പന്ഥാവ് കണ്ടകങ്ങൾ കൊണ്ട് ആകീർണമാണ്, കല്ലും മുള്ളും നിറഞ്ഞതാണ്. അതിനെ അതിജീവിച്ച് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ശ്രുതം അറിവെനിക്ക് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്രുതം എന്ന് പറയുന്ന ഈ പുതിയ മൊബൈൽ ആപ്പ് കേരളത്തിലെ ബൗദ്ധിക് വിഭാഗ് തുടങ്ങിയത് ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഘ സ്വയം സേവകർക്ക് ആവശ്യമായ ബൗദ്ധികമായ ശിക്ഷണം, അതിൻ്റെ പ്രാഥമികമായ ശിക്ഷണമൊക്കെ ഒരു മൊബൈലിലൂടെ ലഭിക്കുന്ന വിധത്തിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പലപ്പോഴും ചിലരൊക്കെ ചോദിക്കുകയൊക്കെ ശാഖയിൽ പോയി പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കാമായിരിക്കാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ ദൈനംദിന ശാഖയിൽ പോകാൻ പറ്റാത്ത അസംഖ്യം ആളുകൾ പ്രായവ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ സംഘത്തെ പിന്തുടരുന്നവരായിട്ടുള്ളവരുണ്ട്. അവർക്ക് ചില ഗീതങ്ങൾ ആവശ്യമായിരിക്കാം, അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ശ്ലോകം, ഒരു സുഭാഷിതം ആവശ്യമായിരിക്കാം, ചില പ്രത്യേക വിഷയങ്ങളെക്കുറിച്ചുള്ള നുറുങ്ങുകൾ, അമൃത കണങ്ങൾ എന്ന നിലയ്ക്ക് അമൃതവചനങ്ങൾ ആവശ്യമായിരിക്കാം. ഈ കഴിഞ്ഞ കാലം അത്രയും സർസംഘചാലയം നടത്തിയിട്ടുള്ള വിജയദശമി സന്ദേശങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ ഏത് പുസ്തകം എടുത്തു നോക്കിയാലും 2018 മോഹൻജിയുടെ പ്രഭാഷണത്തിൽ ഈ വിഷയം പറഞ്ഞു, അല്ലെങ്കിൽ 2019 സ്വ എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് ആദ്യമായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. ആ ഭാഷണം ഒന്നുകൂടെ കേൾക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് ഒരു ബുക്കിൽ അവൈലബിൾ അല്ല. നേരെ മറിച്ച് ഈ ശ്രുതത്തിൽ അതെല്ലാം ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, എല്ലാത്തിനെയും ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. അതൊക്കെ പഠിക്കാനും വളരാനും സഹായിക്കും. വേറൊന്ന്, പെർഫെക്ഷൻ എന്ന് പറയുന്ന സംഘത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വളരെയേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും നമ്മൾ അവകാശപ്പെടുന്നുമില്ല. നമ്മൾ സാധാരണ പറയാറ്, ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഐ കോണ്ട് ഡു എവറിത്തിങ് ബട്ട് ഐ ക്യാൻ ഡു സംതിങ്, ബട്ട് ദാറ്റ് സംതിങ് ഐ ഓട്ട് ടു ഡു, ഐ വിൽ ഡു, ഐ മസ്റ്റ് ഡു. എനിക്കെല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെറുത് ചെയ്യും. 1 മണിക്കൂർ ശാഖയിൽ ചെറുതായിരിക്കും പോവുക എന്നുള്ളത് എനിക്ക് പറ്റുന്നതാണ്. ആ ചെറുത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു, ഞാനത് ചെയ്യും. ഈ വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന സ്വയംസേവർക്ക് എപ്പോഴും പല കാര്യങ്ങളും കൃത്യമായിട്ട് വേണം. ചെറുതാണ് ചെയ്യുന്നതെങ്കിലും അത് പൂർണ്ണമായിരിക്കണം. ഉദാഹരണത്തിന് പ്രാർത്ഥന ചൊല്ലുന്നു എന്നു, പ്രാർത്ഥനയ്ക്കൊരു നിയതമായ താളമുണ്ട്. ഭുജംഗപ്രയാതം എന്നതാണ് ആ വൃത്തം. ആ വൃത്തത്തിൻ്റെ പോലെ, ഭുജംഗത്തിൻ്റെ പ്രയാതം പോലെ, പാമ്പഴയുന്നത് പോലെയാണ് ആ പാട്ട് പോകേണ്ടത്, ഏറിയും കുറഞ്ഞു. അതിനൊരു രാഗമുണ്ട്. ആ രാഗം ആഗോളതലത്തിൽ തന്നെ സ്വയംസേവർ പാടുന്ന പ്രാർത്ഥനകളിലെല്ലാം ഒരുപോലെയാണ്. പലപ്പോഴും ഒരു പുതിയ ശാഖയിൽ ആ താളം പഠിക്കാൻ, രാഗം പഠിക്കാൻ അയാളുടെ അടുത്ത ഉയർന്ന അധികാരി എത്താൻ ഒരു പക്ഷേ 1 മാസം എടുത്തേക്കാം, ഒരാഴ്ച എടുത്തേക്കാം. എന്നാൽ അവിടെയുള്ള പുതിയ സ്വയംസേവർ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഇത് കൃത്യമാണ്, ഈ ആധികാരികമായിട്ട് തന്നെ പ്രാർത്ഥന എങ്ങനെ ചൊല്ലണം എന്ന് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അത് ഓൺ ചെയ്ത് വെച്ചിട്ട് പഠിക്കാം. അത് അപകടമൊന്നുമല്ല. പഠന സഹായകങ്ങളായ ഉപകരണങ്ങളെ ഉപയോഗിക്കുന്നതിന് തകരാറില്ല. അപ്പം കൃത്യതയ്ക്ക് വേണ്ടി ഇപ്പം അനേകം ഈ അടുത്ത കാലത്ത് ഭഗവ എന്നോ മറ്റോ പറഞ്ഞൊരു സിനിമയുടേതാണെന്ന് പറയുന്നു, സംഘപ്രാർത്ഥന ഉപയോഗിച്ചിരിക്കുന്നു അതിനകത്ത്. പക്ഷേ അത് സിനിമ പാട്ടിൻ്റെ താളത്തിനനുസരിച്ചാണ്. നിഷ്കളങ്കരായ ചില സ്വയംസേവർ ഇത് മൊബൈലിലൂടെയും മറ്റും കേട്ടു തുടങ്ങുമ്പോൾ ആ തെറ്റിനെ അനുകരിക്കാൻ തുടങ്ങും ചിലപ്പോൾ. അപ്പോൾ അതിനിടയിൽ ശരിയേത് എന്ന്, അതുകൊണ്ടാണ് ഞാനത് ലോഞ്ച് ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഓർമ്മകളെ ദൃഢപ്പെടുത്താനാണ് ഈ ശ്രുതം. ഓർമ്മയാണല്ലോ ഏറ്റവും പ്രധാനം. സ്മൃതിനാശമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ നാശവും സമൂഹത്തിൻ്റെ നാശവും സ്മൃതിനാശമാണ്, മെമ്മറി ലോസാണ്. ഈ മെമ്മറി ലോസിൽ നിന്ന് അന്ന് പറഞ്ഞിരുന്നു, മിലാൻ കുന്ദേരയുടെ പ്രസിദ്ധമായൊരു ചെക്ക് നോവലുണ്ട്, ബുക്ക് ഓഫ് ലോഫ്റ്റർ ആൻഡ് ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറയുന്ന പുസ്തകം. അതിൽ അദ്ദേഹം വർണ്ണിക്കുന്നത് അവിടുത്തെ ക്ലെമൻറ്റിസ് ഓസ്വാൾഡ് എന്ന് പറയുന്ന അവിടെ ഇൻറ്റീരിയർ മിനിസ്റ്റർ ആയിരുന്ന ആളും അവിടുത്തെ മാർക്സിസ്റ്റ് നേതാവും സുഹൃത്തും ഒക്കെ ആയിരുന്ന ക്ലെമൻറ്റിസുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിൻ്റെ കഥയൊക്കെയാണ്. ഓർമ്മ എങ്ങനെ നശിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുന്നൊരു പടമുണ്ട്, 1949 മറ്റോ എടുത്തതാണ്. ആ നോവൽ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ആ രണ്ടുപേരും കൂടെ നിൽക്കുന്ന പടം രാവിലെയുള്ള മരം കൊച്ചുന്ന തണുപ്പത്ത് ജനങ്ങളെ മട്ടുപ്പാവിൻ്റെ മുകളിൽ നിന്ന് അഭിസംബോധന ചെയ്യുകയാണ് കൂട്ടുകാർ രണ്ടുപേരും കൂടെ, പ്രധാനമന്ത്രിയും ഇൻറ്റീരിയർ മിനിസ്റ്ററും കൂടി. അപ്പോൾ തണുപ്പ് കാരണം സ്വന്തം തലയിലുണ്ടായിരുന്ന ഫർ ക്യാപ്പ്, ഈ രോമ തുണി ഇതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള തൊപ്പി എടുത്തിട്ട് പ്രധാനമന്ത്രി, കുറച്ചുകൂടെ പ്രായമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തെ അണിയിക്കുന്നു. ഈ അണിയിച്ച രൂപത്തിലുള്ള ഫോട്ടോയാണുള്ളത്. പക്ഷേ 1.5 വർഷത്തിനുള്ളിൽ ഈ ക്ലെമൻറ്റിസ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന വർഗശത്രുവായി മാറും. വർഗശത്രുവായി മാറുന്നതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്ത് അയാളെ ജയിലിലാക്കും. 1 വർഷം കൂടെ കഴിഞ്ഞ് അയാളെ എക്സിക്യൂട്ട് ചെയ്യും.
പക്ഷേ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യം പറഞ്ഞുകൊണ്ടാണ് മിലൻ കുന്ദേര ആരംഭിക്കുന്നത്. നേരത്തെ പ്രസിദ്ധമായിരുന്ന ഈ രണ്ടുപേരുടെ ഗ്രൂപ്പ് ഫോട്ടോ, രണ്ടുപേരും കൊണ്ടുള്ള ഫോട്ടോ, അതായത് ഇൻറ്റീരിയർ മിനിസ്റ്ററായ വർഗശത്രുവായി പെട്ടെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആൾ ധരിച്ചിരുന്ന കുപ്പായം, ക്യാപ്പ് ധരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നിൽക്കുന്നത്. ആ ഫോട്ടോയിൽ നിന്ന് ഈ ഇൻറ്റീരിയർ മിനിസ്റ്റർ ക്ലെമൻറ്റിസ് അപ്രത്യക്ഷനാവുകയാണ്, ഇറേസ് ചെയ്യപ്പെടുകയാണ്. ഇന്ന് ചെക്കിൽ വല്ലവരും പഴയ ഫോട്ടോ സൂക്ഷിച്ച് വെച്ചാൽ കാണാവുന്നേ ഉള്ളൂ. സർവത്ര പ്രചാരത്തിലിരിക്കുന്ന ഫോട്ടോയിൽ ഈ വർഗശത്രുവായി മാറ്റപ്പെട്ട ക്ലെമൻറ്റിസ് ഇല്ല. പക്ഷെ അത്ഭുതം എന്ന് പറയുന്നത് ആ പഴയകാലത്തിൻ്റെ ഓർമ്മയുടെ ചിഹ്നം പോലെ അയാൾ കൊടുത്ത തൊപ്പി ഇയാൾ ധരിച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് അയാൾ എഴുതുന്നുണ്ട്, ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ അതിൻ്റെ ഓർമ്മകളെ നശിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുക. രാഷ്ട്രത്തിൻ്റെ വിരോധികൾ, സാമൂഹ്യ വിരോധികൾ ചെയ്യുന്ന അതാണ്. പിന്നീട് ആ സ്ഥാനത്ത് പുതിയ ഓർമ്മകളെ സൃഷ്ടിക്കുകയാണ്, മനസ്സിലേക്ക് കുത്തി. അതിനുവേണ്ടി ചരിത്രം പുനർരചിക്കുകയാണ്, പുസ്തകങ്ങൾ പുനർരചിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ ഈ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ എന്താണ് വേണ്ടതെന്നുള്ള ചോദ്യം വരുമ്പോൾ ഓർമ്മകളെ ദൃഢപ്പെടുത്താണ് വേണ്ടത്. നമ്മൾ ഓർമ്മ നഷ്ടപ്പെട്ടു പോകാതെ ഇങ്ങനെ കാത്തുരക്ഷിച്ച് മുന്നോട്ട് പോകലാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഭഗവാനും ഗീതയിൽ പറയുന്നത് അത് തന്നെയാണ്. സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശവും ബുദ്ധിനാശാത് പ്രണശ്യതി എന്നാണ്. ഓർമ്മ കുറയുന്നതോട് കൂടിയിട്ട് ബുദ്ധിയില്ലാതാവുന്നതോട് കൂടിയിട്ട് എല്ലാം നശിക്കും. അപ്പോൾ സംഘത്തിൻ്റെ പരിശ്രമം ഈ ഓർമ്മകളെ വീണ്ടെടുക്കാനാണ്. നമ്മുടെ നഷ്ടപ്പെട്ടു പോയതോ ബലാൽ നഷ്ടപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ള ഭാരതത്തെ സംബന്ധിച്ച സ്മൃതിയെ, ഓർമ്മകളെ വീണ്ടെടുക്കാനുള്ള പ്രയത്നത്തിൻ്റെ മറ്റൊരു പേരാണ് സംഘം എന്ന് പറയുന്നത്. അതൊരു ചെറിയ മേഖലയിൽ സംഘത്തിൻ്റെ ബൗദ്ധിക വിഭാഗത്തിലെ ആ പ്രവർത്തനത്തിന് സഹായകരമായ വിധത്തിലുള്ളൊരു ഉപകരണം എന്ന നിലയിലാണ് ശ്രുതം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ പല പരിവർത്തനങ്ങളും സംഘത്തിൽ, ഇപ്പോൾ പ്രചാര വിഭാഗം തന്നെ സംഘത്തിൽ മുമ്പുണ്ടായിരുന്നില്ല. ആവശ്യമെന്ന് തോന്നി കൊണ്ടുവന്നു, സോഷ്യൽ മീഡിയ കൊണ്ടുവന്നു, ഗണവേഷത്തിൽ മാറ്റം വരുത്തണമെന്ന് തോന്നി, എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സംഘസ്ഥാപകനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ബാൻഡ് സെറ്റിനെ സംഘം സ്വീകരിച്ചു. ബാൻഡ് സെറ്റ് ഒരു മോഡേണിസത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു അന്ന്. മറ്റ് തദ്ദേശീയമായ ഒരു സംവിധാനത്തിലും ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ ബാൻഡ് സെറ്റിനെ ഉൾപ്പെടുത്തി ഘോഷ് എന്ന് പുനർനാമകരണം ചെയ്തു. അന്ന് നിലവിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് ട്യൂൺസ്, വിക്ടോറിയ, ബി പ്രിപ്പയർഡ്, സ്കൗട്ട് എന്നൊക്കെ പറഞ്ഞ മാർച്ചിങ് ട്യൂൺസ് ആയിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. അതിനെയൊക്കെ ഭാരതീയവൽക്കരിച്ചു. സെറ്റിൻ്റെ പേര് ഘോഷ് എന്നാക്കിയപ്പോൾ തന്നെ രചനകൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടു. ഭാരതീയമായ രാഗത്തിൽ, ഭൂപാള രാഗത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു രചന ഭൂപ് എന്നതിന് പേരിട്ടു. കല്യാണിയിൽ ഉണ്ടാക്കി, അതിന് പേരിട്ടു കല്യാൺ എന്ന് പറഞ്ഞിട്ടുള്ള പേരിട്ടു. ശിവരഞ്ജിനി രാഗത്തിൽ ചിട്ടപ്പെടുത്തി, ശിവരഞ്ജിനി എന്ന് പറയുന്ന രചന. അങ്ങനെ ഭാരതീയമായ രചനാ സങ്കേതങ്ങളെ ഉപയോഗിച്ചു. എന്നാൽ അതിൻ്റെ ഉപാധികൾ, അതിൻ്റെ ഉപകരണങ്ങൾ ആധുനികങ്ങളാണ്. ഈ ആധുനികവൽക്കരണം ഗണവേഷത്തിൻ്റെ കാര്യത്തിലും നിക്കറായിരുന്നു. അത് പാൻസാക്കി മാറ്റാനൊന്നും സംഘത്തിന് ബാഹ്യമായ അലങ്കാരങ്ങളോ ആടോപങ്ങളോ ഒന്നും മാറ്റാനൊന്നും ഒരു വിഷമമില്ല. ഉള്ളിലുള്ള ഈ കാമ്പ്, ഉള്ളടക്കത്തെ മാറ്റാതെ ആ ദർശനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുക. ഈ 100-ാം വർഷത്തിലും സംഘം ആ ഒരു വിശേഷപ്പെട്ട ഏറ്റവും വിശുദ്ധമായ ആ മാർഗത്തിൻ്റെ പവിത്രതയിൽ ഊന്നി നിന്നുകൊണ്ടാണ് സംഘം മുന്നോട്ട് പോകുന്നത്. ഈ 100-ാം വർഷം തന്നെ ഒരു ആഘോഷമല്ല സംഘത്തിന്, ഇതൊരു ഉൾനോട്ടത്തിൻ്റെ വർഷമാണ്. ഒരർത്ഥത്തിൽ 100 വർഷം പിന്നിട്ടിരിക്കുന്നു. നമ്മൾ എവിടെ എത്തി? ഞാൻ എവിടെ എത്തി? എൻ്റെ ശാഖ എവിടെ എത്തി? എൻ്റെ സംഘം എവിടെ എത്തി? എൻ്റെ ഭാരതം എവിടെ എത്തി എന്നതിനെക്കുറിച്ചൊരു ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ട ഒരു അവസരമായിട്ടാണ് സംഘം ഇതിനെ കാണുന്നത്. അതിനുപകരിക്കുന്ന വിധത്തിൽ ജനങ്ങളുമായിട്ട് സംവദിക്കുക, അവരോട് ആശയങ്ങളെ കൈമാറ്റം ചെയ്യുക, ഈ ഒരു വലിയ പ്രവർത്തനത്തിലേക്ക്, സാമൂഹ്യ പരിവർത്തനത്തിലേക്ക് അവരുടെ സഹായം കൂടി അഭ്യർത്ഥിക്കുക. അങ്ങനെയാണ് ഈ കാലത്തെ 100-ാം വർഷത്തിൻ്റെ സന്ദർഭത്തെ സംഘം കാണുന്നത്.